لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد. ഹജ്ജ് കർമ്മങ്ങളും സുരക്ഷയും. അറഫ ദിനം. അറഫ എന്നാൽ അറിയുക, ഉത്കൃഷ്ടമായ എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത്. മിനായിൽ നിന്ന് സുബ്ഹിക്ക് ശേഷം തൽബിയത്ത് മുഴക്കി മുസ്ദലിഫയും കടന്ന് ഹാജിമാർ അറഫയിൽ പ്രവേശിക്കും. ബസ്സിലും മശാഇർ മെട്രോയിലും പുറപ്പെട്ടവർ നേരത്തെ അറഫയിൽ എത്തിയിട്ടുണ്ടാകും. ളുഹറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അറഫയുടെ സമയം. ദുൽഹജ്ജ് 9 അതായത് അറഫ ദിനത്തിൽ ഈ സമയത്തിനുള്ളിൽ അല്പസമയമെങ്കിലും അറഫ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരിക്കൽ തീർത്ഥാടകർക്ക് നിർബന്ധമാണ്. അറഫയിൽ എത്താൻ കഴിയാതിരുന്നാൽ ഹജ്ജ് നഷ്ടമാകും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ സമ്മേളിക്കുക എന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജുൽ അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് പ്രത്യേകം പറഞ്ഞത്. ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും ജമ്മും കസറുമാക്കി 2 റക്അത്തുകൾ വീതമാണ് നമസ്കരിക്കേണ്ടത്. മസ്ജിദുൻ നബവിയിൽ അറഫയുടെ പ്രത്യേക ഖുതുബയും നിസ്കാരവും ഉണ്ടായിരിക്കും. മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗം അറഫ അതിർത്തിക്ക് പുറത്താണ് എന്ന കാര്യം പള്ളിക്ക് അകത്ത് കഴിയുന്ന ഹാജിമാർ പ്രത്യേകം ഓർക്കണം. സുന്നത്ത് നിസ്കാരവും അറഫ നോമ്പും ഹജ്ജിൽ പ്രവേശിച്ചവർ നിർവഹിക്കേണ്ടതില്ല. പ്രവാചകൻ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയ ജബലുർ റഹ്മ പർവ്വതം അറഫയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്ക് ഇടം നൽകാതെ മുഴുവൻ സമയവും പ്രാർത്ഥനയിലും ദിക്റിലും ഖുർആൻ പാരായണത്തിലുമായി കഴിയുന്നതാണ് ഉത്തമം. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം കൂടിയാണ് ഇന്ന്. തീർത്ഥാടകർ അവരുടെ ടെന്റുകൾ വിട്ട് പുറത്തിറങ്ങി നടക്കരുത് എന്ന് സൗദി ഹജ്ജ് വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂര്യതാപം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. സൂര്യാസ്തമയത്തിന് ശേഷം മുസ്ദലിഫ ലക്ഷ്യമാക്കി നീങ്ങണം. മഗ്‌രിബ് 3 ഇശ 2 റക്അത്തുമായി മുസ്ദലിഫയിൽ എത്തിയ ശേഷം ഒരുമിച്ച് നിസ്കരിക്കണം. സുബ്ഹി വരെ അവിടെ രാപ്പാർക്കണം. ദൈവത്തിനു മുന്നിൽ ഭൂമിയിലെ മനുഷ്യരെല്ലാം ഒന്നാണെന്നും തഖ്വ ദൈവഭയം കൊണ്ടല്ലാതെ ഒരാളും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠനല്ലെന്നും ഓരോരുത്തർക്കും സ്വയം തോന്നുന്ന ഇടമാണ് മുസ്ദലിഫ. ദുൽഹജ്ജ് 10, 11, 12, 13 എന്നീ ദിവസങ്ങളിൽ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കേണ്ടത് മുസ്ദലിഫയിൽ നിന്നാണ്. മശായിർ മെട്രോ ടിക്കറ്റ് ലഭിച്ചവർ ട്രെയിനിലും മറ്റുള്ളവർ അവരുടെ സർവീസ് കമ്പനിയുടെ നമ്പറുള്ള ബസ്സുകളിലുമാണ് യാത്രക്ക് ഉപയോഗിക്കേണ്ടത്. ചൂട് 42 ഡിഗ്രി വരെ എത്തുന്നതിനാൽ കുടകൾ ഉപയോഗിക്കുകയും കൂടുതൽ വെള്ളം കുടിക്കാനും ശ്രമിക്കുക. സർവീസ് കമ്പനിയും ഹജ്ജ് മിഷനും വളണ്ടിയർമാരും നൽകുന്ന ഉപദേശങ്ങൾ പാലിക്കുക. വഴി തെറ്റിയാൽ ഒരിക്കലും പരിഭ്രമിക്കുകയോ കൂടുതൽ ദൂരം നടക്കുകയോ ചെയ്യരുത്. നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ നിരവധി പേർ അറഫയിലും മുസ്ദലിഫയിലും മിനായിലുമുണ്ട്. ആരോഗ്യ അവശത അനുഭവപ്പെടുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ 054 502 6273 0542 56 54 57 എന്നീ മെഡിക്കൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാവുന്നതാണ്. മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് മടങ്ങുമ്പോൾ ചിലപ്പോൾ ബസ് സൗകര്യം ലഭിക്കണം എന്നില്ല.
നടക്കാൻ കഴിയുന്നവർക്ക് അതാണ് ഉത്തമം. വാഹനം ലഭിക്കാതെ മടങ്ങാൻ പ്രയാസമുള്ളവർക്ക് വലിയ തിരക്കൊഴിഞ്ഞാൽ മിനായിലെത്താൻ സന്നദ്ധ പ്രവർത്തകരോ ഹജ്ജ് മിഷനോ സർവീസ് കമ്പനികളോ വഴിയൊരുക്കും. لبيك لا شريك لك لبيك إن الحمد